സോണിയുടെ ഏറ്റവും പുതിയ ആനിമേറ്റഡ് മൂവി ആയിട്ടുള്ള ഗോട്ട് കണ്ടു. സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. സിനിമ ഒരു ടെംപ്ലേറ്റ് സ്റ്റോറിയാണ് ഫോളോ ചെയ്യുന്നത്. സോ സിനിമയുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ പേര് വില്ല് എന്നാണ്. അവനൊരു ഗോട്ടാണ്, ഒരു ചെറിയ ഗോട്ട്. അവന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോർ ബോൾ, ബാസ്കറ്റ്ബോൾ കൈൻഡ് ഓഫ് ഗെയിം ആണ്. അതിൽ അവന്റെ ഫേവറേറ്റ് ടീമിന് വേണ്ടി കളിക്കണം. സോ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിമിൽ കളിക്കുന്ന ബാക്കിയുള്ള പ്ലെയേഴ്സ് എല്ലാം വളരെ ബിഗ് ആണ്, അതുപോലെ വളരെ സ്ട്രെങ്ത് ഒക്കെ ഉള്ളവരാണ്. സോ അവന്റെ ഈ ഒരു ജേണി, അതായത് ഈ ഒരു ഡ്രീമിലേക്കുള്ള ജേണിയാണ് സിനിമ കാണിക്കുന്നത്. സോ നമുക്ക് സ്റ്റോറി വളരെ ബേസിക് ആണ്. നമ്മൾ സ്ഥിരം സ്പോർട്സ് മൂവിയിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് ഒരു സ്റ്റോറിയാണ്, ഒരു അണ്ടർഡോഗിന്റെ സ്റ്റോറിയാണ് സിനിമ പറയുന്നത്. സോ സിനിമ എനിക്ക് വർക്ക് ആകാനുള്ള പ്രധാന കാരണം ഇതിന്റെ ഒരു ആനിമേഷൻ സ്റ്റൈൽ തന്നെയാണ്. നമുക്കറിയാം സോണിയുടെ ആനിമേഷൻ സ്റ്റൈൽ കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ സോണിയുടെ പ്രീവിയസ് വർക്കായിട്ടുള്ള സ്പൈഡർമാന്റെ ആനിമേറ്റഡ് മൂവിയിലൊക്കെ കണ്ട പോലെ ഒരു 3D പ്ലസ് ഒരു സ്ട്രീറ്റ് ഗ്രാഫിറ്റിയുടെ ഒക്കെ മിക്സ് ആണ് ഈ ഒരു സിനിമയിൽ അവർ വിഷ്വലി ട്രൈ ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് അത് കാണാൻ. എസ്പെഷ്യലി സിനിമയിലെ ഈ ഗെയിം സീക്വൻസുകൾ, സ്ലോ മോഷൻ ഉള്ള സീക്വൻസുകളൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയിൽ നമുക്ക് ഈ ഒരു ടീമിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ സൈസ് ഡസിൻ മാറ്റർ, അത്തരത്തിലുള്ള മോട്ടിവേഷനും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. അതും എനിക്ക് വർക്കായി. പിന്നെ സിനിമയിൽ എനിക്കൊരു മെയിൻ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് സിനിമയുടെ തോന്നിയതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി വളരെ പ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ നോർമലി കാണുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. സ്റ്റോറിയിൽ പ്രത്യേകിച്ച് ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സിനൊന്നും വലിയൊരു ഡെവലപ്മെന്റ് ഇല്ല. ഇപ്പം വില്ലിന്റെ ക്യാരക്ടറോട് നമുക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നും, എന്നാൽ ബാക്കിയുള്ള ടീംമേറ്റ്സിനോടൊന്നും അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നത്തില്ല. സോ അതാണ് എനിക്ക് ഈ ഒരു സിനിമയിൽ മെയിൻ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അല്ലാത്ത രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ഒരു പേസിംഗ് ഉള്ള ഒരു സിനിമയാണ്. നമുക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സോ കുട്ടികൾക്കും അതുപോലെ ആനിമേറ്റഡ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സിനിമയാണ് ഗോട്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ബാസ്കറ്റ്ബോളോ അല്ലെങ്കിൽ സ്പോർട്സ് ആനിമേഷനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടു നോക്കുക. സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.